ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റായ ഊത്തപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. കട്ടി ദോശ, പഞ്ഞി ദോശയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതിൻ്റെ മാവായത്. അപ്പോൾ ദോശ ഇഡലിയുടെയും മാവിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ, ഒരുപാടങ്ങ് ലൂസാവണ്ട. അപ്പോൾ ഊത്തപ്പത്തിന് വേണ്ടി ഞാൻ കുറച്ച് സവാള തീരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് വേണം അരിയാൻ. പിന്നെ ഇഡലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലിയില ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില, അതുപോലെ നെയ്യും വേണം. ദോശക്കല്ല് അത്യാവശ്യം നല്ലതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി. ആദ്യമേ ഒനിയൻ ഊത്തപ്പം ഉണ്ടാക്കാം. ഇതിലോട്ട് കുറച്ച് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നിറച്ച് സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിനെക്കാട്ടിൽ കുറച്ച് വെച്ച് കൊടുക്കാം. ആ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വേവണം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കല്ല് നല്ലതായിട്ട് ചൂടായിട്ടേ ഒഴിച്ചു കൊടുക്കാവൂ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ആദ്യം ചെയ്ത പോലെ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പച്ചമുളക്, മല്ലിയില, കുറച്ച് ഇഡലിപ്പൊടി, ഈ ഇഡലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി മുകളിൽ കുറച്ച് നെയ്യും കൂടി ഒഴിക്കാം. ഇപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം മീഡിയത്തിനേക്കാട്ടിൽ ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒനിയൻ ചട്നിയാണ് സെർവ് ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നുണ്ട്. ഈ ഊത്തപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. ഇപ്പോൾ ഇഡലി മാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഞ്ഞിദോശയ്ക്ക് അരയ്ക്കുന്ന മാവൊക്കെ ഉണ്ടെങ്കിൽ, വെറൈറ്റി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഊത്തപ്പം ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കുമൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക്